ഗണേഷ് കുമാർ സാർ ഇതൊന്നും കാണുന്നില്ലേ? എന്തിനും ഏതിനും നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന ഗണേഷ് കുമാർ KSRTC ഈ കാണിച്ചു കൂട്ടുന്നതൊന്നും കാണാൻ സമയമില്ലായിരിക്കും അല്ലെ? അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗവും കാരണം കേരളത്തിലെ നിരത്തുകളിൽ വഴിയാത്രക്കാരുടേതടക്കം ജീവൻ പൊലിയുന്നത് തുടരുമ്പോഴും അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പൊൻകുന്നം കൊടുങ്ങൂർ റോഡിൽ 18-ാം മൈൽ പെട്രോൾ പമ്പിന് മുൻവശത്ത് സ്വകാര്യ ബസിനെ ഇടതുവശത്ത് കൂടി അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുന്ന KSRTC ബസിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മത്സരയോട്ടത്തിനിടെ സ്വകാര്യ ബസ് യാത്രക്കാരിയെ 18-ാം മൈൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കാനായി നിർത്തിയപ്പോഴാണ് ഇടതുവശത്തു കൂടി KSRTC ബസ് അതിവേഗം മറികടന്നു പോയത്. സ്വകാര്യ ബസ്സിൽ നിന്നും വഴിയോരത്തേക്ക് ഇറങ്ങിയ യുവതി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കോട്ടയം പൊൻകുന്നത്തിനടുത്ത് 18-ാം മൈലിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ക്കാണ് സംഭവം നടന്നത്. മാർത്തോമ പള്ളിയുടെ സമീപത്തുള്ള പെട്രോൾ പമ്പിന്റെ മുൻവശത്തായി സ്വകാര്യ ബസ് നിർത്തിയപ്പോഴാണ് KSRTC ബസ് ഇടതുവശത്തു കൂടി മറികടന്നത്. പെട്രോൾ പമ്പിലെ CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. മത്സരയോട്ടത്തിനിടെ സ്റ്റോപ്പിൽ നിർത്തി സ്വകാര്യ ബസ് ആളെ ഇറക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ KSRTC ബസ് ഇടതുവശത്തുകൂടെ മറികടന്നു പോവുകയായിരുന്നു. അപകടകരമായ രീതിയിൽ KSRTC കടന്നു പോകുന്നത് വീഡിയോയിൽ വ്യക്തവുമാണ്. ബസ്സിൽ നിന്നിറങ്ങിയ യുവതി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയിൽ ബസ്സുകളുടെ സ്ഥിരമായ മത്സരയോട്ടം ഇപ്പോൾ യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുകയാണ്. ടിപ്പർ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങളുടെ അമിത വേഗവും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കടുത്ത പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത് വന്നു. KSRTC ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് ഉന്നയിക്കുന്ന ആവശ്യം. ലൈസൻസ് റദ്ദാക്കുന്നതടക്കം നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സമൂഹ മാധ്യമത്തിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുന്നതുവരെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കണമെന്നും കമന്റുകൾ പറയുന്നു. അതേസമയം മോട്ടോർ വാഹന വകുപ്പും പോലീസും ഈ KSRTC ബസ് ഏതാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപകടകരമായ ഓവർടേക്കിങ്ങിനെതിരെ നിരന്തര മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് വരുമ്പോഴും KSRTC ബസ് ഡ്രൈവർമാരടക്കം നിയമം പാലിക്കാതെ വാഹനം ഓടിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു.